കണ്ണൂർ പിണറായി വെണ്ടുട്ടായിൽ പൊട്ടിത്തെറിച്ചത് പടക്കമെന്ന് എഫ്ഐആർ. സ്ഫോടനത്തിൽ സിപിഎം പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിനായി ഉണ്ടാക്കിയ പടക്കമാണ് പൊട്ടിത്തെറിച്ചതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പ്രതികരിച്ചു. കണ്ണൂരിൽ സിപിഎം വ്യാപക അക്രമം നടത്തിയിട്ടും പോലീസ് നോക്കി നിൽക്കുകയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഇന്നലെ ഉച്ചയോടെ വെണ്ടുട്ടായി കനാൽക്കരയിലുണ്ടായ സ്ഫോടനത്തിൽ ചികിത്സയിൽ കഴിയുന്ന വിപിൻ രാജിനെ പ്രതി ചേർത്ത് പിണറായി പോലീസാണ് കേസെടുത്തത്. പടക്കം അശ്രദ്ധമായി കൈകാര്യം ചെയ്തെന്ന് എഫ്ഐആറിലുണ്ട്. വലതു കൈപ്പത്തിയിലെ 3 വിരലുകളറ്റ വിപിൻ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഫോടന സംഭവത്തെ ലഘൂകരിച്ച ഇ പി ജയരാജൻ ബോംബ് സ്ഫോടനമെന്ന് വ്യാഖ്യാനിച്ച് ജില്ലയിലെ സമാധാനാന്തരീക്ഷം തകർക്കരുതെന്ന് പറഞ്ഞു. വെണ്ടുട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവുമല്ല. കാരണം ഈ ക്രിസ്തുമസ് ഒക്കെ വരുമ്പോൾ ഈ ഓലപ്പടക്കങ്ങളും അതുപോലെ തന്നെ കെട്ടുപടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കും. ആ ചരട് കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അപകടമാണ്. ആ അപകടത്തെ ആക്രമണോത്സുകമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു പിന്നാലെ പാറാട് ടൗണിൽ വടിവാളുമായി അക്രമം അഴിച്ചുവിട്ട സംഭവത്തിൽ 5 സിപിഎം പ്രവർത്തകർ കൂടി പിടിയിലായി. വടിവാളെടുത്ത് അക്രമത്തിന് നേതൃത്വം നൽകിയ ശരത് പാറാട്, ശ്രീജിൽ, അശ്വന്ത്, ശ്രേയസ്, അതുൽ എന്നിവരെയാണ് മൈസൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെ കൊളവല്ലൂർ പോലീസ് പിടികൂടിയത്. ഇതോടെ പാറാട്ടെ അതിക്രമങ്ങളിൽ അറസ്റ്റിലായ സിപിഎംകാരുടെ എണ്ണം 12 ആയി. വിജയാഹ്ലാദത്തിനിടെ അക്രമം നടത്തിയ സംഭവത്തിൽ 3 മുസ്ലിം ലീഗ് പ്രവർത്തകരെയും കൊളവല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.